2022 ഫെബ്രുവരി 24 റഷ്യ യുക്രൈനിൽ അധിനിവേശം ആരംഭിച്ചു. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള യൂറോപ്പിലെ ഏറ്റവും വലിയ സായുധ സംഘർഷങ്ങളിലൊന്ന്. നാറ്റോ കിഴക്കൻ യൂറോപ്പിലേക്ക് വ്യാപിക്കുന്നത് തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് അപകടകരമാണ് എന്ന മുന്നറിയിപ്പോടെയാണ് റഷ്യ ആക്രമണത്തിനിറങ്ങിയത്. നാറ്റോയിൽ യുക്രൈൻ ചേരുന്നതിനെ തുടക്കം മുതൽ റഷ്യ എതിർത്തിരുന്നു. കഴിഞ്ഞ 4 വർഷമായി തുടരുന്ന യുദ്ധം അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും യുക്രൈൻ ആയുധങ്ങളും സാമ്പത്തിക സഹായവും നൽകി വരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി എന്നറിയപ്പെട്ടിരുന്ന റഷ്യ പക്ഷേ യുക്രൈന് മുന്നിൽ പതറി. ലോകത്തിലെ ഏറ്റവും വലിയ ആണവായുധ ശേഖരം തങ്ങളുടെ പക്കലാണ് എന്നെല്ലാ കാലവും റഷ്യ അവകാശപ്പെടാറുണ്ട്. എന്നാൽ ശക്തമായ ആഭ്യന്തര പ്രതിരോധമാണ് യുക്രൈൻ്റെ ശക്തി. പാശ്ചാത്യ രാജ്യങ്ങളുടെ സൈനിക സാമ്പത്തിക പിന്തുണ അവർക്ക് കരുത്തായി. ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ ലോകത്തൊന്നാമത്. ഈ യുദ്ധത്തിൽ യുക്രൈൻ്റെ ചില ഭാഗങ്ങൾ റഷ്യ കൈവശം വച്ചിട്ടുണ്ട്. വലിയ സാമ്പത്തിക ഉപരോധങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും നേരിടേണ്ടി വന്നു റഷ്യയ്ക്ക്. വലിയ മനുഷ്യ സാമ്പത്തിക നഷ്ടം ഇരു രാജ്യങ്ങളും നേരിടുന്നു. യുദ്ധം വിജയിക്കാൻ ഏത് മാരക ആക്രമണത്തിനും തയ്യാറായി നിൽക്കുന്നു ഒരു വശത്ത് റഷ്യ. അതിൻ്റെ ഏറ്റവും വലിയ പ്രകമ്പനമാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. റഷ്യ യുക്രൈൻ യുദ്ധം സമാനതകളില്ലാത്ത സങ്കീർണതകളിലേക്ക് കടക്കുന്നു. അതീവ മാരകമായ ആക്രമണ ദൃശ്യങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം റഷ്യ പുറത്തുവിട്ടപ്പോൾ ലോകം നടുങ്ങി നിന്നു. യുക്രൈനിലെ ഒറീഖോവ് നഗരത്തിൽ 3 ടൺ ഭാരമുള്ള ഭീമൻ ഗ്ലൈഡ് ബോംബാണ് റഷ്യ വർഷിച്ചത്. സ്ഫോടക വസ്തുക്കളുടെ ഭാരം 1.5 ടണ്ണോളം. അതിശക്തമായ ഈ ബോംബാക്രമണത്തോടെ റഷ്യ തങ്ങളുടെ സൈനിക നീക്കങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു. സോവിയറ്റ് കാലഘട്ടത്തിലെ ഏറ്റവും പ്രഹരശേഷിയുള്ള മാരക ബോംബാണ് ഫാബ് 3000. മുൻപ് സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട മാരക പ്രഹരശേഷിയുള്ള കനത്ത ബോംബുകളുടെ പരമ്പരയിൽപ്പെട്ട ഫാബ് 3000. ഈ ബോംബുകൾ വലിയ തോതിൽ നവീകരിച്ച് യുക്രൈനെതിരെയുള്ള ആക്രമണത്തിൽ അവർ ഉപയോഗിക്കുന്നു. കിലോമീറ്ററുകൾ അകലെ നിന്ന് ഈ ബോംബുകൾ തൊടുക്കാം. യുക്രൈൻ്റെ വ്യോമപ്രതിരോധ റഡാറുകളുടെ പരിധിക്ക് പുറത്ത് കിലോമീറ്ററുകൾ അകലെയുള്ള സുരക്ഷിത സ്ഥാനങ്ങളിലിരുന്ന് ബോംബുകൾ തൊടുക്കാം. വളരെ സുരക്ഷിത നിലയിൽ നിന്നുകൊണ്ട് റഷ്യൻ യുദ്ധവിമാനങ്ങൾക്ക് ഈ ബോംബുകൾ തൊടുക്കാൻ സാധിക്കുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വിമാനത്തിൽ നിന്ന് ഈ ബോംബ് റിലീസ് ചെയ്തതിനു ശേഷം ലക്ഷ്യസ്ഥാനത്തേക്ക് കൃത്യതയോടെ ദീർഘദൂരം സഞ്ചരിക്കാൻ സഹായിക്കുന്ന UMPK ഗ്ലൈഡ് കിറ്റുകളാണ് ബോംബിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. പഴയ സോവിയറ്റ് കാലഘട്ടത്തിലെ ഗൈഡഡ് അല്ലാത്ത സാധാരണ ബോംബുകൾക്ക് അത്യാധുനിക സാങ്കേതിക വിദ്യ നൽകി റഷ്യ യുദ്ധതന്ത്രങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുന്നു. മുൻകാലങ്ങളിൽ ഇത്തരം ഭീമൻ ബോംബുകൾ പ്രയോഗിക്കാൻ വിമാനങ്ങൾ ലക്ഷ്യസ്ഥാനത്തിന് തൊട്ടുമുകളിൽ വരെ പറന്നു ചെല്ലേണ്ടിയിരുന്നു. എന്നാൽ ഇത്തരം ആക്രമണങ്ങൾ പലപ്പോഴും പരാജയപ്പെടും. യുക്രൈൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ അത്ര ശക്തമാണ്. ഈ പരിമിതിയെ മറികടക്കാനാണ് റഷ്യ ഇപ്പോൾ UMPK ഗ്ലൈഡ് കിറ്റുകൾ അവലംബിക്കുന്നത്. മടക്കി വയ്ക്കാവുന്ന ചിറകുകളും അത്യാധുനിക ഗൈഡൻസ് സംവിധാനവുമുള്ള ഈ കിറ്റ് ഘടിപ്പിക്കുന്നതോടെ വിമാനത്തിൽ നിന്ന് റിലീസ് ചെയ്ത ശേഷം ലക്ഷ്യസ്ഥാനത്തേക്ക് കൃത്യതയോടെ ഫാബ് 3000 ബോംബെത്തും. കോടികൾ വിലമതിക്കുന്ന ക്രൂയിസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും നിർമ്മിക്കുന്നത് റഷ്യയ്ക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിന് പകരമായി ഫാബ് 3000 കൂടുതലായി ഉപയോഗിച്ച് യുക്രൈൻ മണ്ണിൽ മാരക പ്രഹരമേൽപ്പിക്കുകയാണ് പുതിൻ്റെ ലക്ഷ്യം. അതിശക്തമായ ഈ ബോംബുകളിലേക്ക് കുറഞ്ഞ ചെലവിൽ UMPK ഗ്ലൈഡ് കിറ്റുകൾ മാത്രം ഘടിപ്പിക്കുന്നതോടെ ബോംബുകൾ പ്രവർത്തന സജ്ജമാകും. വില കൂടിയ അത്യാധുനിക മിസൈലുകൾക്ക് പകരം ഏറ്റവും ശക്തമായ ആക്രമണങ്ങൾക്ക് ഈ ഫാബ് 3000 ഉപയോഗിക്കാൻ കഴിയും. പരമ്പരാഗത ആയുധങ്ങളാണെങ്കിലും അമേരിക്കയുടെ പ്രശസ്തമായ ബങ്ക് ബസ്റ്റർ ബോംബുകൾക്ക് സമാനമാണ് ഫാബ് 3000 എന്ന് റഷ്യ അവകാശപ്പെടുന്നു. റഷ്യൻ ഫാബ് ബോംബ് ഉപരിതലത്തിൽ വലിയൊരു പ്രദേശം ഒന്നടങ്കം സ്ഫോടനത്തിലൂടെ തരിപ്പണമാക്കാൻ കഴിയുന്നവയാണ്. ഒരു വശത്ത് അത്യാധുനിക യുദ്ധതന്ത്രങ്ങൾ, അതിശക്തമായ ബോംബാക്രമണങ്ങൾ. ഇതിനിടയിൽ സാധാരണക്കാരായ ജനങ്ങൾ കൂട്ടത്തോടെ മരിക്കുന്നു. ആയിരക്കണക്കിന് നിരപരാധികളുടെ ജീവനെടുത്ത യുദ്ധം. ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി മാറിയിരിക്കുന്നു. നഗരങ്ങൾ തകർന്ന് തരിപ്പണമായി. റഷ്യൻ സേനയിലും വലിയ മനുഷ്യനാശമാണ് സംഭവിച്ചത്. യുക്രൈനിൽ ലക്ഷങ്ങൾ മരിച്ചു വീണു. എന്നാൽ ഇതിനിടയിൽ ചില വസ്തുതകൾ വ്യക്തമാകുന്നു. 2022 യുദ്ധം തുടങ്ങിയതിന് പിന്നാലെ യുക്രൈനെ ആണവായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ പുതിൻ തീരുമാനമെടുത്തിരുന്നു. എന്നാൽ അന്ന് പുതിനെ ഇത്തരം ആക്രമണങ്ങളിൽ നിന്ന് തടഞ്ഞത് ബഹുരാഷ്ട്ര ശ്രമത്തിൻ്റെ ഭാഗമായി
ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലായിരുന്നു എന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ലോകം കേൾക്കുന്നത്. പോളിഷ് ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി വ്ളാഡിസ്ലാവാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഡൽഹിയിൽ നടന്ന ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കി. 2022 അവസാനത്തോടെ യുക്രൈനിൽ തന്ത്രപരമായി ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ പുതിൻ തീരുമാനമെടുത്തു. എന്നാൽ ഇത്തരം ആക്രമണങ്ങളിൽ നിന്ന് പുതിനെ തടയുന്നതിൽ പ്രധാനമന്ത്രി മോദി വഹിച്ച പങ്ക് ഞങ്ങൾക്കറിയാം. പ്രസിഡന്റ് പുതിനുമേൽ ശക്തമായ സമ്മർദ്ദവും സ്വാധീനവും ചെലുത്താൻ കഴിയുന്ന ചുരുക്കം ചില ആളുകളിൽ ഒരാളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ പല ഘട്ടങ്ങളിലും റഷ്യ ആണവ ആക്രമണം നടത്തുമെന്ന് ലോകത്തിൽ പല ഭാഗങ്ങളിൽ നിന്നും നമ്മൾ വാർത്തകൾ കേട്ടു. പുതിൻ്റെ ഭീഷണികൾ പൊള്ളയായിരുന്നില്ല. ആണവായുധങ്ങളുടെ ഉപയോഗം അദ്ദേഹം ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടില്ല. 2024 പോലും ആണവായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുന്നതിനെക്കുറിച്ച് പുതിൻ ചിന്തിച്ചു. വേഗത്തിലും നിർണായകവുമായ യുദ്ധക്കള വിജയങ്ങൾ കൈവരിക്കാൻ ഈ ആക്രമണങ്ങൾക്ക് കഴിയും എന്ന് പുതിൻ വിശ്വസിച്ചിരുന്നു. എന്നാൽ ഇത്തരം ആശങ്കകൾ ഉയർന്നു വന്നപ്പോൾ ആണവശക്തി ഉപയോഗിക്കുന്നതിനെതിരെ പുതിനെ സമ്മർദ്ദത്തിലാഴ്ത്താൻ മോദിക്ക് കഴിഞ്ഞു. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യക്ക് വഹിക്കാനാകുന്ന പങ്കിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പുതിൻ ശ്രദ്ധിച്ച ലോകത്തിലെ ചുരുക്കം ചില നേതാക്കളിൽ ഒരാളാണ് മോദിയെന്നും മോദി അദ്ദേഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്നും പോളണ്ട് വക്താവ് പറയുന്നു. ഒരു കാര്യം വ്യക്തമാണ്, യുക്രൈനെതിരെ ആണവ ആക്രമണങ്ങൾക്ക് റഷ്യ ഇടയ്ക്ക് ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതിനെ തടഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് എന്ന് പോളിഷ് വിദേശകാര്യമന്ത്രി പറയുമ്പോൾ അത് വിശ്വസിച്ചേ തീരൂ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.